ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത്. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിന്റെ തലമുടിയിഴ പോലും എണ്ണി തിട്ടപ്പെടുത്തി നിന്നെ കരുതുന്ന ഒരു ദൈവം നിനക്കുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും ഈ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ കരുതുന്നുണ്ട് എന്ന് ചിന്തിക്കാനായിട്ടോ അതനുസരിച്ച് ജീവിക്കാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ സ്നേഹവും പരിചരണമാണ്. മനുഷ്യന്റെ സ്നേഹം കിട്ടാനായിട്ട്, പരിചരണം കിട്ടാനായിട്ട് നമ്മുടെ ജീവിതത്തില് എത്ര വേണമെങ്കിലും ത്യാഗം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിരാശയിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിലെ ഓരോ വ്യക്തിയും നമ്മളെ സ്നേഹിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു സ്വാർത്ഥതയുടെ ഭാഗമുണ്ട്. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിലേക്കാണ് പലപ്പോഴും അവര് നമ്മളെ സ്നേഹിക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ സ്വാർത്ഥതയെ ആഗ്രഹിച്ചുകൊണ്ടല്ല, മറിച്ച് തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. അവന്റെ സ്നേഹമാണ് ആഴമായ സ്നേഹം, യഥാർത്ഥ സ്നേഹം. പലപ്പോഴും ജീവിതത്തില് ഇത് മനസ്സിലാക്കാതെ തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അവരുടെ സ്നേഹം നേടിയെടുക്കാനായിട്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയോടുകൂടി ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാം. അവൻ എന്നെ കരുതുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട്, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട്, അവനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവന്റെ വചനം അനുസരിച്ച് ഈ ഭൂമിയിൽ എന്നും വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.